ഹലോ എവരിവൺ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമായിരിക്കണം. നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം, ആൻഡ് അത് സൂക്ഷിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇത് അറിയാത്തതുകൊണ്ടാണ് ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ നമ്മൾ ഓരോ പ്രശ്നങ്ങളായിട്ട് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയായിട്ട് തല്ലുണ്ടാക്കുന്നതും അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റി അറിയാത്തതും. അപ്പോൾ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കാണാം. ഇനി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്ത ഒരാളാണെങ്കിൽ എങ്ങനെ എടുക്കണമെന്നും വളരെ സിമ്പിളായിട്ട് എങ്ങനെ എടുക്കാമെന്നും ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഞാൻ കാണിച്ചു തരാം, അതും കാണാം. ആൻഡ് മൂന്നാമതായി നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അറിഞ്ഞിരിക്കുക, കാരണം നിങ്ങൾക്കോ നിങ്ങളുടെ പേരൻസിനോ ഫാമിലി മെമ്പേഴ്സ് ആർക്കെങ്കിലും ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഉപയോഗിക്കേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ അത് റിന്യൂ ചെയ്യാനോ പുതിയത് എടുക്കുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഭാവിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നിങ്ങളൊരു പേരൻറ്റോ ഫാമിലി മെമ്പറോ ഡെഫിനറ്റ്ലി ഇത് അറിഞ്ഞിരിക്കണം. ആൻഡ് നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി ഇന്ന് തന്നെ പോയി ചെക്ക് ചെയ്യുക ഈ കാര്യങ്ങളെ പറ്റിയിട്ട്. സോ എന്താണെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയിട്ട്. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു കമ്പനിക്ക് കുറച്ച് തുക ചെറുതായിട്ട് കൊടുക്കുന്നു, അതിനെ വിളിക്കും പ്രീമിയം. എന്തിനാണ് നിങ്ങൾ ഈ പൈസ കൊടുക്കുന്നത്? നാളെ നിങ്ങൾക്കൊരു വലിയ മെഡിക്കൽ ബില്ല് വന്നാൽ ഈ കമ്പനി ഒരു ലിമിറ്റ് വരെ, ഒരു വലിയ പൈസൻ്റെ ലിമിറ്റ് വരെ, നമ്മൾ സെറ്റ് ചെയ്ത ലിമിറ്റ് വരെ അവർ പൈസ കൊടുത്തോളും. അപ്പം നിങ്ങൾ ആ ലക്ഷങ്ങളോ കോടികളുടെ ബില്ല് കൊടുക്കണ്ട, അതിന് പകരം കമ്പനി നിങ്ങളുടെ വക പൈസ കൊടുത്തോളും. അപ്പോൾ ആ കൊടുക്കുന്ന പൈസയാണ് നമ്മൾ പറയുക സം ഇൻഷോർഡ്. ആ സം ഇൻഷോർഡ് എത്ര വലുതോ എത്ര ചെറുതാകുന്നത് എന്തിനനുസരിച്ചിരിക്കും? നിങ്ങൾ അടയ്ക്കുന്ന കുഞ്ഞു തുക പ്രീമിയം അനുസരിച്ചിരിക്കും. നിങ്ങൾ ചെറിയ തുക പ്രീമിയമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ ഒരു ചെറിയ എമൗണ്ട്, അത്യാവശ്യം വലിയ എമൗണ്ട് സം ഇൻഷോർഡ് ആയിരിക്കും. നിങ്ങൾ വലിയ തുക പ്രീമിയം എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് വലിയ സം ഇൻഷോർഡ് നിങ്ങൾക്ക് ഉണ്ടാവും. ബേസിക്കലി നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾക്ക് ഏതൊരു പ്രൊസീജിയറും ടെൻഷൻ ഇല്ലാതെ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഹോസ്പിറ്റലിലെ ബില്ലിനെ ഓർത്തിട്ട് ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരില്ല. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, അവിടെ പോയി നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ മാസാമാസം 300 to 400 റുപ്പീസിന് ഒരു ബേസ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ 300 to 400 റുപ്പീസ് നിങ്ങൾ പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഇൻഷുറൻസ് കമ്പനി പറയുകയാണ് നിങ്ങൾക്കൊരു മെഡിക്കൽ ബില്ല് വരാണ് അപ് ടു 1 crore വരെ കവർ ചെയ്യാമെന്ന്. ഓക്കെ, അതിന് ഓബിയസ്ലി കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 crore എടുത്ത് കൊടുക്കുന്നതിന് പകരം നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി ആ 1 crore വരെയുള്ള സംഭവങ്ങൾ കവർ ചെയ്തോളും. അപ്പോൾ അതാണ് നമ്മുടെ പ്രീമിയം 300 to 400 ആൻഡ് നിങ്ങൾക്ക് കിട്ടുന്ന സം ഇൻഷുർഡ് ആണ് അപ് ടു 1 crore. ഇതാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബേസിക് ഐഡിയ. നാളെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ ആവശ്യമുള്ള മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ധൈര്യത്തോടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് നമുക്ക് ആവശ്യമുള്ളത്. ഈ അടുത്ത ചോദ്യം, എന്തിനാണ് എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ്? എനിക്ക് അത്യാവശ്യം പൈസയുണ്ട്, ഞാൻ അത്യാവശ്യം ഹെൽത്തിയാണ്, പക്ഷേ എന്തിനാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസുകാർക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൈസ കൊടുക്കുന്നത്? മനസ്സിലാക്കേണ്ട കാര്യം, എനിക്കോ നിങ്ങൾക്കോ നാളെ എന്ത് വേണേൽ എപ്പോൾ വേണേൽ സംഭവിക്കാം. ഹോപ്പ്ഫുള്ളി ആർക്കൊന്നും പറ്റാതെ ഇരിക്കട്ടെ. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പറിന് ആർക്കെങ്കിലും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു, നിങ്ങൾക്ക് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് കെയർ കൊടുക്കണ്ടേ? നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ അഥവാ സാമ്പത്തിക ലിമിറ്റേഷൻ കാരണം അവരുടെ ട്രീറ്റ്മെൻറ്റ് മോശമാക്കുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കൂലേ, ഇതിന് പൈസ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാവുന്ന. രണ്ടാമത് മനസ്സിലാക്കേണ്ട, മെഡിക്കൽ ഇൻഫ്ലേഷൻ അഥവാ മെഡിക്കൽ പ്രൊസീജിയേഴ്സിൻ്റെ പൈസ കൂടുന്നത് 15% ഓരോ വർഷം. നിങ്ങൾ മനസ്സിലാക്കേണ്ട, എല്ലാം 5 വർഷം ഏകദേശം ഒരു പ്രൊസീജിയറിൻ്റെ പൈസ ഡബിൾ ആവും. ഇന്നൊരു സർജറിക്ക് 2 ലക്ഷം ആണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അത് 4 ലക്ഷം ആവും. അപ്പോൾ എല്ലാ 5 വർഷം ഡബിൾ ആവുകയും ചെയ്യുന്നുണ്ട്. അതുപോരാതെ നല്ല പുതിയ ടെക്നോളജിയുള്ള മെഡിക്കൽ പ്രൊസീജിയേഴ്സ്, നല്ല ട്രീറ്റ്മെൻറ്റിന് നല്ല പൈസ ആവുന്നുണ്ട്. നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റിയൊരു ഇമേജ് കോമൺ ആയിട്ടുള്ള സർജറിക്കും ട്രീറ്റ്മെൻറ്റ്സിനും ഹെൽത്ത് പ്രൊസീജിയേഴ്സിനൊക്കെയുള്ള പൈസകൾ. ഇത് കാണാൻ നിങ്ങൾക്ക് എത്ര ലക്ഷങ്ങളുടെയാണ് ഓരോ പ്രൊസീജിയേഴ്സ്. ആൻഡ് നോട്ട് ചെയ്യുക, 5 വർഷം കഴിയുമ്പോൾ ഇൻഫ്ലേഷൻ പ്രകാരം ഇത് ഡബിൾ ആവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നാളെ വരികയാണെങ്കിൽ നിങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ എടുത്തു കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ? ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി ഇൻ കേസ് നിങ്ങൾ വലിയ പൈസക്കാരനാണ്, നിങ്ങളുടെ കയ്യിൽ നല്ല പൈസയുണ്ട്, നിങ്ങൾക്ക് നാളെ ഇത്രയും വലിയ എമൗണ്ട് വന്നാലും ഹോസ്പിറ്റലിൽ ധൈര്യത്തോടെ കൊടുക്കാൻ റെഡി ആണെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇൻവെസ്റ്റ്മെൻറ്റ്സും സേവിങ്സിൽ നിന്ന് പൊട്ടിച്ച് ഇത്രയും 10-20 ലക്ഷം രൂപ എടുത്തു കൊടുത്ത് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്? ഇൻസ്റ്റെഡ് നിങ്ങൾക്ക് ചെറിയൊരു പ്രീമിയം എമൗണ്ട് അടച്ചിട്ട് ഹോസ്പിറ്റൽ ബില്ല് വരുമ്പോൾ ഇൻഷുറൻസ് കമ്പനിയോട് അടയ്ക്കാൻ പറഞ്ഞാൽ പോരെ? നിങ്ങളുടെ ലൈഫിൽ കുറേ സേവ് ചെയ്തിട്ടും SIP ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടായിരിക്കും ഈ പൈസ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് കാറിൻ്റെ ഗോൾഡ് ഉണ്ടാവും, നിങ്ങൾക്ക് ഹൗസ് ഗോൾഡ് ഉണ്ടാവും, ചിലപ്പോൾ കല്യാണത്തിന് വേണ്ടി മാറ്റി വെച്ചതായിരിക്കും, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിന് വേണ്ടിയായിരിക്കും. അതിൽ നിന്നൊരു വലിയ എമൗണ്ട് നിങ്ങൾക്കൊരു മെഡിക്കൽ എമർജൻസി വരുമ്പോൾ പോകുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വർഷങ്ങൾ എടുത്ത് നിങ്ങളുടെ സ്ട്രഗിൾ വേസ്റ്റ് ആവാണ്. ആൻഡ് അതേസമയം മെഡിക്കൽ ബില്ല് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊസീജിയർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്, ചെയ്യണം. അപ്പോൾ ആ പൈസ മൊത്തം എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ പൈസ ഇല്ലാത്ത ഒരാളാണെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് എന്താണെങ്കിലും വേണം. നിങ്ങൾ പൈസ ഉള്ള ഒരാളാണെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ഇസ് എ വെരി ഗുഡ് ഐഡിയ. ഇത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അപ്പോൾ നമുക്ക് എന്തിനാണ് മെഡിക്കൽ ഇൻഷുറൻസ് മനസ്സിലാക്കി. ഇനി നമുക്ക് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നും ആർക്ക് എത്ര പൈസ വേണമെന്നും ആൻഡ് ഏറ്റവും ബെസ്റ്റ് ഇൻഷുറൻസ് പോളിസി എവിടെ കിട്ടുന്നും എല്ലാ കാര്യം ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ എന്തിനാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന് ചെറിയ ഐഡിയ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയൊക്കെ ഒന്ന് നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇത് നിങ്ങളുടെ സേഫ്റ്റിക്കും നിങ്ങളുടെ ഫൈനാൻഷ്യൽ സേഫ്റ്റിക്കും അതേപോലെ നിങ്ങളുടെ മെഡിക്കൽ സമാധാനത്തിന് വേണ്ടിയിട്ടും കൂടിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്ക് എങ്ങനെ സെലക്ട് ചെയ്യുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നിങ്ങൾ ആ ലിങ്കിൽ പോകുക, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ആ പ്രൊസീജിയർ മൊത്തമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ടോപ്പ് 51 കമ്പനീസിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് കമ്പയർ ചെയ്ത് മനസ്സിലാക്കി എല്ലാ സപ്പോർട്ടും കൂടി ഒരു ഹിഡൻ ചാർജ് ഒന്നുമില്ലാതെ ആൻഡ് അപ് ടു 25% ഡിസ്കൗണ്ടോടെ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും താഴത്തെ ലിങ്ക് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ പ്രൊസീജിയർ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ആയിട്ട് കാണിച്ചു തരാം. എൻ്റെ കൂടെ നിങ്ങൾക്ക് നോക്കി പഠിക്കാം. ഓരോ ടേംസും ഓരോ ക്ലോസസും എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി സെലക്ട് ചെയ്യേണ്ടതെന്ന്. ഇപ്പോഴും ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അങ്ങ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് കിട്ടും. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാം. ഒന്ന് സെൽഫ് അഥവാ ഇൻഡിവിജ്വൽ പോളിസി. അപ്പോൾ നിങ്ങൾ ഒരാൾക്ക് മാത്രം കവർ ചെയ്യുന്ന പ്രീമിയം നിങ്ങൾ അടച്ചാൽ മതി, അതിൻ്റെ സം ഇൻഷുർഡ് കിട്ടും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെറിയ പ്രീമിയം അടിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് അടുത്തൊരു 3-4 വർഷത്തിൽ ഒരു 5 lakh അല്ലെങ്കിൽ 10 lakhൻ്റെ പ്രൊസീജിയർ വരികയുള്ളെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു പ്രീമിയം അടച്ചാൽ മതി, ചെറുതായിരിക്കും. ഇനി അതേ സമയത്ത് നിങ്ങൾക്കൊരു വൈഫുണ്ട്, ചിലപ്പോൾ ഒരു കുട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വൈഫും ഉണ്ട്, ചിലപ്പോൾ പേരൻസ് ഒക്കെ ഉണ്ടാവും, വയസ്സായ പേരൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാമിലി ഫ്ലോട്ടർ എടുക്കാം. അങ്ങനെ പറഞ്ഞാൽ ഒരു വലിയ എമൗണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ വൈഫിനും നിങ്ങളുടെ കുട്ടിക്കും കൂടിയായിട്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം. നമ്മളൊരു പാക്കേജ് ഡീൽ എടുക്കുന്ന പോലെ. അപ്പോൾ പ്രീമിയം ഓബിയസ്ലി കൂടും, പക്ഷെ നിങ്ങൾ ഓരോ ആൾക്കാരും എടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ ലാഭമായിരിക്കും നിങ്ങൾക്ക് സ്വന്തം എടുക്കാൻ വേണ്ടിയിട്ട്. അതേസമയം നിങ്ങളുടെ പേരൻസ് വയസ്സായ 60-70 2 പേരൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എടുക്കുമ്പോഴും ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പ് ഏകദേശം ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അവർക്കൊരു ഫാമിലി ഫ്ലോട്ടർ എടുത്താൽ 2 ഇൻഡിവിജ്വൽ എടുക്കുന്നതിനെക്കാട്ടും ലാഭമായിരിക്കും നിങ്ങൾക്ക് ഒരു ഫാമിലി ഫ്ലോട്ടർ എടുക്കാൻ പറ്റുന്നതിന്. പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളും നിങ്ങളുടെ വൈഫും നിങ്ങളുടെ ഒരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കാം. ആൻഡ് ലെറ്റ്സ് സേ നിങ്ങൾ ഫാമിലി ഫ്ലോട്ടർ പ്ലാൻ്റെ സം ഇൻഷുർഡ് 10 lakh എടുത്തുള്ളൂ. ഈ 10 lakh എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്കുള്ള പൈസയാണ് ടോട്ടൽ. ഇനി നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ഒരു 5 lakh വന്നു എന്ന് വിചാരിച്ചാൽ ബാക്കി നിങ്ങളും നിങ്ങളുടെ വൈഫിനും വേണ്ടിയിട്ട് ഒരു 5 lakh കൂടെ ബാക്കിയുള്ളൂ. ഇനി അതേ വർഷം നിങ്ങളുടെ വൈഫിനും എന്തെങ്കിലും അസുഖം പറ്റിയാൽ ആ എമൗണ്ടും കൂടി കട്ടാവും. ഇനി ബാക്കിയുള്ളൊരു എമൗണ്ട് മാത്രമേ ആ വർഷം നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. ഇൻ കേസ് അതൊരു എക്സ്ട്രീം സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫാമിലി ഫ്ലോട്ടർ എടുക്കുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ കുറച്ച് പൈസ കൂടുതൽ നിങ്ങൾ ആലോചിക്കണം സം ഇൻഷുർഡ്. പക്ഷേ പ്രോബബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേ വർഷം ഒരേ ടൈപ്പ് അസുഖം അല്ലെങ്കിൽ വലിയ എമൗണ്ടിൻ്റെ അസുഖം വരാൻ ചാൻസ് വരാം. പക്ഷെ എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ എന്താ എടുക്കണം, നമ്മളിപ്പോൾ മെയിൽ ഫീമെയിൽ എടുക്കുക, നമ്മൾ സെൽഫ് എടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ സെൽഫ് എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഏജ് കൊടുക്കുക, നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ് എല്ലാം കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഭാവിയിൽ ഡെഫിനറ്റ്ലി പ്രശ്നം ഉണ്ടാവും. ഞാൻ എൻ്റെ ഏജ് കൊടുക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഏജ് അറിയാൻ താല്പര്യം ഉണ്ടാവും. ഇപ്പോൾ 24 ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റി കൊടുക്കുക. സിറ്റിയും നിങ്ങൾ കറക്റ്റ് കൊടുക്കണം, നിങ്ങൾ റിസൈഡ് ചെയ്യുന്ന സിറ്റി കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ചില പോളിസി സിറ്റിയിൽ പൈസ കൂടുതലും അതേസമയം നിങ്ങൾക്ക് റൂറൽ ഏരിയസിലാണ് പൈസ കുറവ്. കാരണം എന്താണ്, മെഡിക്കൽ പ്രൊസീജിയേഴ്സ് പൊതുവേ നല്ല സിറ്റിയിൽ നല്ല പൈസ ഉണ്ടാവും, റൂറൽ സ്ഥലത്ത് കുറച്ചുകൂടി കുറവായിരിക്കും. പക്ഷേ നമ്മൾ നോക്കാൻ പോകുന്നത് മിക്ക നല്ല ഇൻഷുറൻസും ഇന്ത്യയിലെ നല്ല ടോപ്പ് കമ്പനീസ് ഇൻഷുറൻസ് സോണലായിരിക്കില്ല, പാൻ ഇന്ത്യ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രശ്നമല്ല. പക്ഷേ നിങ്ങൾ ഇൻഷുറൻസ് ഫില്ല് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ് തന്നെ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ കൊടുക്കാം കോഴിക്കോട് കൊടുക്കുകയാണ്. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ സ്ഥലം കൊടുക്കുക, നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുന്നു. ഓക്കെ, ഇനി നിങ്ങളുടെ ഫോൺ നമ്പർ കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററിയും കറക്റ്റായിട്ട് കൊടുക്കണം. മെഡിക്കൽ ഹിസ്റ്ററിയിൽ എനിക്ക് തൽക്കാലം ഒന്നുമില്ല, നിങ്ങൾക്ക് ഡയബറ്റീസോ ബ്ലഡ് പ്രഷർ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണുണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കണം. ഇനി നൺ ഓഫ് ദീസ് ആണെങ്കിൽ നിങ്ങൾ നൺ ഓഫ് ദീസ് കൊടുക്കണം. അതർ ഡിസീസ് ആണെങ്കിൽ അതിലും കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം. ഇനി ഇവർ ഡു യു വാണ്ട് ടു ബുക്ക് എ ഫ്രീ ഹോം വിസിറ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്കൊരു ഹോം വിസിറ്റ് ബുക്ക് ചെയ്യണം, നിങ്ങൾക്ക് ചെയ്യാം. എനിക്കത് ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാൻ ഐ വിൽ ഡിസൈഡ് ലേറ്റർ എന്ന് കൊടുക്കാം. ഇനി നമ്മുടെ പ്ലാൻസിലേക്ക് കിടക്കുകയാണ്. ഇനി ഓൺലൈൻ ഷോപ്പിംഗ് പോലെ വളരെ സിമ്പിളായിട്ട് ഇന്ത്യയിലെ ടോപ്പ് 51 കമ്പനീസിൻ്റെ ഓരോ പോളിസികളും കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ബെസ്റ്റ് പോളിസി സെലക്ട് ചെയ്യാം. എനിക്കൊരിക്കലും നിങ്ങൾക്ക് വേണ്ട പോളിസി സെലക്ട് ചെയ്യാം, പക്ഷേ എനിക്ക് വേണ്ടിയിട്ടുള്ള പോളിസി എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. മെഡിക്കൽ ഇൻഫ്ലേഷൻ കരുതിയിട്ട് എനിക്ക് എത്ര പ്രീമിയം കൊടുക്കാൻ പറ്റുമെന്ന് പ്ലാൻ ചെയ്തിട്ട് എല്ലാം നോക്കിയിട്ട് എനിക്കൊരു പോളിസി സെലക്ട് ചെയ്യാം. ആൻഡ് ഈ പോളിസി നമ്മൾ ഈ വെബ്സൈറ്റിൽ കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അപ് ടു 25% വരെ ഡിസ്കൗണ്ട് ഉണ്ടാവും. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആയ കുറേ കാര്യങ്ങളില്ല. നിങ്ങൾക്ക് ഓരോന്ന് കമ്പയർ ചെയ്യാം. നിങ്ങൾക്ക് സപ്പോർട്ട് വേണേൽ അവരോട് വിളിച്ച് സംസാരിച്ച് മലയാളത്തിൽ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം, എന്നിട്ട് എടുത്താൽ മതി. ഇനി നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഒരു പോളിസി ഒന്ന് വെറുതെ എടുത്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കുറേ കമ്പനീസ് ഇവിടെ കാണാൻ പറ്റും. കെയർ സുപ്രീം ഉണ്ട്, നിവേ ഉണ്ട്, സ്റ്റാർ ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഫിൽറ്ററിലേക്ക് വന്നു.
ഓൾ ഫിൽറ്റേഴ്സ് നിൽക്കുന്നു. ഇതിൽ ഓരോ ഫിൽറ്ററിലൂടെ ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യം പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കവറിലേക്ക് പോകാം. നമ്മുടെ കവർ എത്ര വേണം? ഞാനൊരു ഇൻഡിവിജ്വൽ ആണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യും എനിക്കൊരു 10 lakh ഇരുന്നോട്ടെ. ഇനി ഈ 10 lakhന്റെ പ്രൊസീജിയർ ചിലപ്പോൾ എനിക്ക് ഈ വർഷം അടുത്ത 5 വർഷം ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ അത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ട്. അതേ സമയത്ത് മെഡിക്കൽ ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ മിനിമം ഒരു ഇൻഡിവിജ്വലിന് റെക്കമെൻഡ് ചെയ്യുക 10 lakh മിനിമമാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ അവസ്ഥ അനുസരിച്ച് നിങ്ങളുടെ സാലറി അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുമോ, അതിനെക്കാട്ടും കൂട്ടാൻ ഡെഫിനറ്റ്ലി. സോ നമുക്കൊരു 10 to 24 lakh ഇവരും പറയുന്നത് ഓപ്റ്റഡ് ബൈ കൂടുതൽ ആൾക്കാർ. ഓക്കെ, ഇനി റൂം റെൻറ്റ് ടൈപ്പ്. റൂം റെൻറ്റ് ടൈപ്പാണ് മിക്ക ആൾക്കാരെ കൊടുക്കുന്നത്. ഞാൻ എൻ്റെ പണ്ടത്തെ പോളിസി നോക്കിയപ്പോൾ, എൻ്റെ പേരൻസ് എനിക്ക് എടുത്തുന്ന പോളിസി നോക്കിയപ്പോൾ അതിൽ റൂം റെൻറ്റ് ക്യാപ്പ് ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ ഇൻഷുറൻസിൻ്റെ അവർ പറയും 1% നിങ്ങൾക്ക് റൂം റെൻറ്റിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി 5 ലക്ഷത്തിന് ഞാൻ വിചാരിക്കുക, ഫാമിലി ഫ്ലോട്ടർ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, അതിന് 1% ആണ് നിങ്ങളുടെ റൂം റെൻറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ത് പ്രൊസീജിയർ ചെയ്തോട്ടെ വിച്ച് ഈസ് കവേർഡ് അണ്ടർ ഇൻഷുറൻസ്, നിങ്ങൾക്ക് റൂം റെൻറ്റിന് 1% വിച്ച് ഈസ് 5,000 rupees വരെ കിട്ടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 5,000 നിങ്ങൾ 5 star ഹോട്ടലിന് വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു ഹോസ്പിറ്റലിൽ അത്യാവശ്യം നല്ല റൂമിന് 5,000 3,000 ഒക്കെ ആവും. ഇനി ഇൻ കേസ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ആ റൂം അവൈലബിൾ അല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല സ്യൂട്ടിലേക്കോ വേറെ റൂമിലേക്കോ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ പൈസ വരില്ല, ചിലപ്പോൾ 7,000 10,000 ഒക്കെ ആയിരിക്കുമല്ലോ. അത് കാരണം നിങ്ങൾ റൂം റെൻറ്റ് ക്യാപ്പ് 5,000 ആയിരുന്നു, പക്ഷേ അതിനെക്കാട്ടും പേ ചെയ്തുകൊണ്ട് അതിനെക്കാട്ടും വലിയ റൂം എടുത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊത്തം പോളിസി, നിങ്ങൾ 5 ലക്ഷത്തെ പോളിസി നിങ്ങൾ 5 ലക്ഷം ഉപയോഗിച്ചു എന്ന് വിചാരിക്കാം, പോളിസിക്കാർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ റൂം റെൻറ്റിനെ പ്രൊപ്പോർഷനെ തരുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ 5 ലക്ഷം രൂപ മൊത്തം നിങ്ങൾ ഉപയോഗിച്ചു, ആൻഡ് നിങ്ങൾ നിൽക്കുന്നത് ഒരു 10,000 രൂപേൻ്റെ റൂമിലാണ് ഡെയിലി, ആൻഡ് നിങ്ങളുടെ റൂം റെൻറ്റ് ക്യാപ്പ് എത്രയാണ്? 5,000 രൂപയാണ്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ റൂം റെൻറ്റ് ക്യാപ്പ് ആ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റൂമിൻ്റെ പകുതിയുള്ളൂ, ശരിക്കും കൊടുക്കുന്ന പൈസേൻ്റെ പകുതിയുള്ളൂ. അപ്പോൾ ഇൻഷുറൻസുകാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ പ്രൊസീജിയർ ഉണ്ടായിരുന്നു, കാരണം നിങ്ങളെടുത്ത റൂം നമ്മുടെ റൂം റെൻറ്റ് ക്യാപ്പിനെ പൊട്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ചെയ്താൽ ഇത് ഭാവിയിൽ പ്രശ്നം വരില്ല. അപ്പോൾ നിങ്ങളോട് ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്, നിങ്ങൾ റൂം റെൻറ്റ് ക്യാപ്പ് എടുക്കുന്നത് എന്താണ്, നോ റൂം റെൻറ്റ് ലിമിറ്റ് എടുക്കുക. അങ്ങനെയാകുമ്പോൾ പ്രശ്നമില്ല, നിങ്ങൾ നാളെ പ്രസിഡൻഷ്യൽ സ്വീറ്റിലോ എന്തിൽ പോയി നിന്നാലും പ്രശ്നമല്ല. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ബാക്കിയൊക്കെ എടുക്കുമ്പം ഒബ്വിയസ്ലി പ്രീമിയം കുറയും, പക്ഷേ ഒരു റിസ്ക് ഉണ്ട്, നാളെ ഹോസ്പിറ്റലിൽ ആ റൂം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനത്തെ പ്രശ്നം വരണ്ട. അപ്പോൾ റൂം റെൻറ്റ് ക്യാപ്പ് എടുക്കാതിരിക്കാനുള്ള നോക്കാം. അപ്പോൾ നോ റൂം റെൻറ്റ് ലിമിറ്റ്. അപ്പോൾ നമുക്ക് പോളിസി ബെനിഫിറ്റ് നോക്കുമ്പോൾ മനസ്സിലാവും പ്രീ ഹോസ്പിറ്റലൈസേഷൻ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും എന്താ സംഭവം എന്ന് മനസ്സിലാക്കാം. വളരെ സിമ്പിളാണ്. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോകാൻ ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം ആ ട്രീറ്റ്മെൻറ്റ് അഡ്മിറ്റ് ആവുന്നതിന് മുൻപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ അതിൻ്റെ ടെസ്റ്റുകളോ അതിൻ്റെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യാൻ ചെറിയ രീതിയിൽ പോകേണ്ടി വന്നു. ചിലപ്പോൾ 30 ദിവസം പ്രീ ഹോസ്പിറ്റലൈസേഷൻ കവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊസീജിയർ നടക്കുന്നതിന് 30 ദിവസം മുൻപ് വരെയുള്ള സംഭവങ്ങൾ കവേർഡ് ആയിരിക്കും. അത് ഫസ്റ്റ് കാര്യം. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റോ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും കെയറോ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ നിങ്ങൾ ഹോസ്പിറ്റലിൽ വരുന്നു, അതിൻ്റെ ബില്ലുകൾ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു 50-60 days ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ അതിനെക്കാട്ടും കൂടുതലുണ്ടാവും. അപ്പം അതും കവേർഡായി കിട്ടും ഈ പ്രൊസീജിയറിൽ. അല്ലെങ്കിൽ പണ്ട് കാലത്ത് എന്താണെന്ന് വെച്ചാൽ പ്രീയും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രൊസീജിയർ നടക്കുന്നതിൻ്റെ സമയത്ത് അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്തോളം മാത്രം കവർ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പ്രീയും പോസ്റ്റും എന്താണെന്ന് സെലക്ട് ചെയ്തിടുക. അതിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആണ്, 30 days 60 days ഒക്കെ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രീയും പോസ്റ്റും ഞാൻ വേണമെന്ന് പറയുന്നു. അടുത്തതാണ് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ്. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഓവർനൈറ്റ് സ്റ്റേ ചെയ്യാതെ തീർക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ കാറ്ററാക്ട് സർജറി, അല്ലെങ്കിൽ നിങ്ങൾ രാത്രി നിൽക്കാതെ അഡ്മിറ്റ് ആവാതെ ചെയ്യാനുള്ള സർജറി. നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ പേരൻസോ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഈ ഒരു മെഡിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടി നിങ്ങൾ വെറുതെ അഡ്മിറ്റ് ആയി കിടക്കുകയാണ്, കാരണം എന്താണ്, പോളിസി കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ അതിനെപ്പറ്റി പേടിക്കണം. നിങ്ങൾ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് ടിക്ക് ചെയ്താൽ 24 hours കുറവുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്രൊസീജിയേഴ്സ്, കിഡ്നി സ്റ്റോൺസിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കവറായി കിട്ടും. അപ്പോൾ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കാം. നോ ക്ലെയിം ബോണസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വർഷം നിങ്ങൾ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടിച്ചു, പക്ഷേ ഒന്നും നിങ്ങൾ ക്ലെയിം ചെയ്തില്ല, നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഒരു അസുഖം വന്നില്ല, അടുത്ത വർഷത്തേക്ക് എന്തെങ്കിലും ബോണസ് ഉണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. മിക്ക കമ്പനീസിലും നോ ക്ലെയിം ബോണസ് ഉണ്ട്, പക്ഷേ അത് അവരവരെ കമ്പനീസിൻ്റെ പേരിലാണ്. ചിലർ നോ ക്ലെയിം ബോണസ് പറയും, ചിലർ ലോയൽറ്റി പോയിന്റ്സ് എന്നൊക്കെ പറയും. അതിനനുസരിച്ച് നിങ്ങൾക്ക് അടുത്ത വർഷം എന്തെങ്കിലും ബോണസ് കവറേജ് ഒക്കെ കൂടി കിട്ടും. അപ്പം നോ ക്ലെയിം ബോണസ് ഇല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് വലിയ വിഷയമില്ല. അടുത്തത് പിന്നെയുള്ളതാണ് റിസ്റ്റോറേഷൻ ബെനിഫിറ്റ്. റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പോളിസി 5 ലക്ഷമാണ് ഈ വർഷത്തേന്ന് വിചാരിക്കാം. ഇനി ഈ വർഷം ഞാനൊരു മെഡിക്കൽ പ്രൊസീജിയർ ചെയ്തു, 2 ലക്ഷം പോയി. ഓക്കെ, ഇനി റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഓരോ കമ്പനിയുടെ ഓരോ പോളിസിൻ്റെ ഓരോ വേർഡിങ് നോക്കണം. ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ലക്ഷം രൂപ സ്പെൻഡായി അല്ലെങ്കിൽ ഒരു വലിയ എമൗണ്ട് സ്പെൻഡായി, എനിക്ക് ആ എമൗണ്ട് ഈ വർഷം ഇനി ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അത്രയും പോയല്ലോ. പക്ഷേ റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ആ വർഷം ആ പൈസയും കൂടി റിന്യൂ ആയി കിട്ടും ഒരു എക്സ്ട്രാ രീതിയിൽ. ഓക്കെ, ചില റിസ്റ്റോറേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ 1 time ചിലപ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ 2 time ചെയ്യാം. ചിലപ്പം കണ്ടീഷനൊക്കെ ഉണ്ടാവും, നിങ്ങൾ ഫുള്ള് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടേ റിസ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് പറയും സെയിം അസുഖത്തിന് വന്നാൽ റിസ്റ്റോർ ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറയും. അപ്പോൾ റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ളത് നല്ലതാണ്,
പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് എന്താണ് അതിൻ്റെ കറക്റ്റ് വേർഡിംഗ് മനസ്സിലാക്കണം. അതൊക്കെ കിട്ടുക പോളിസി വേർഡിങ്സിലാണ്. അത് ഞാൻ എവിടെയാണ് കിട്ടുകയെന്ന് പറഞ്ഞാൽ പിന്നെ ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്. ചില കമ്പനീസ് നിങ്ങൾക്ക് പറയും നിങ്ങൾ 3000 രൂപ 5000 രൂപ ടെസ്റ്റ് വരെ നിങ്ങൾക്ക് എടുക്കാം. അതിൽ വളരെ നല്ല സംഭവമാണ്. 2-3 കാരണമുണ്ട്. ഫസ്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇയർലി ഹെൽത്ത് ചെക്കപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിക്കും ഹോസ്പിറ്റലുകാർക്കും അറിയാൻ പറ്റും നിങ്ങൾക്ക് അത്യാവശ്യം ഹെൽത്ത് ഉണ്ട്, നിങ്ങളുടെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി കൃത്യമായിട്ടുണ്ട്. നാളെ ഇൻഷുറൻസ് കമ്പനി പറയാണ് നിങ്ങൾ ഇത് ചെയ്തു അത് ചെയ്തില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഈ അസുഖം വന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും എൻ്റെ എല്ലാ വർഷത്തെയും ടെസ്റ്റുകളുണ്ട്, റെക്കോർഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രൂഫ് ഉണ്ട്. ഈ അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർഗ്യുമെൻ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എനിക്ക് ഈ അസുഖം പണ്ടുണ്ടായിരുന്നില്ല, ഈ പ്രശ്നം പണ്ടുണ്ടായിരുന്നില്ല, പുതിയ അസുഖമാണ്, അപ്പോൾ ക്ലെയിം റിജക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള പ്രൂഫ് ഉണ്ട്. അപ്പോൾ ഹെൽത്ത് ചെക്കപ്പ് വളരെ നല്ലതാണ്. ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ഉള്ളത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച്. പിന്നെ ഡോക്ടർ കൺസൾട്ടേഷൻ ഫാർമസിയും കൂടി കവേർഡ് ആയി കിട്ടണമെങ്കിൽ അത് നിങ്ങൾക്ക് ടിക്കടാം. എനിക്ക് ഇത്രയും മതി. നിങ്ങൾക്ക് ഏത് ആവശ്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മിക്ക കവേഴ്സിലും മെറ്റേണിറ്റി പ്രഗ്നൻസി കവേർഡ് ആയിരിക്കില്ല. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ ആ റിക്വയർമെൻറ്റ് വരുന്ന ആളാണ് ഡെഫിനറ്റ്ലി അത് സ്പെഷ്യലായിട്ട് എടുത്ത് നോക്കി എടുക്കണം. ഇനിയിപ്പോൾ എനിക്കത് വേണ്ട. അടുത്തത് വേണ്ട എന്താ പ്രീമിയം പെർ മന്ത്. എനിക്ക് എല്ലാ മാസം എത്ര പേ ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാം, ലെസ് ദാൻ 1000 എന്ന് കൊടുക്കാം. ഇത് മന്ത്ലി പ്രീമിയം ആണ് പറയുന്നത്. ഇനി അതുപോലെ പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ട്. ആ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ആ പോളിസിയിൽ നിന്ന് മാറ്റി വേറൊരു പോളിസിയിലേക്ക് പോകുന്നതിനാണ് നിങ്ങൾ പോർട്ടിംഗ് എന്ന് പറയുക. ഞാൻ ആക്ച്വലി റീസെൻ്റ്ലി പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം ഇൻസ്റ്റെഡ് ഓഫ് ബൈക്ക് വെറുതെ ഒരെണ്ണം പുതിയ വാങ്ങിക്കുന്നതിന് പകരം ഒരു പോർട്ട് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ചില ഡിസീസസിനൊക്കെ ഒരു പ്രീ എക്സിസ്റ്റിംഗ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആസ്മയൊക്കെ ഞാനിപ്പോൾ ഇന്ന് പോളിസി എടുത്ത് നാളെ മുതൽ എല്ലാ അസുഖങ്ങളും കവേർഡ് ആവില്ല. ചില അസുഖങ്ങൾക്ക് 3 വർഷമുണ്ട്, ചിലതൊക്കെ കുറച്ച് 1 വർഷമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വന്നാൽ പുതിയ പോളിസിയിൽ കവേർഡ് ആവില്ല. ആ സ്റ്റാൻഡേർഡ് വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് പണ്ടൊരു പോളിസി ഉണ്ടായിരുന്നു, കുറേ വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ 1 lakh ആയിക്കോട്ടെ, പുതിയ പോളിസി 10 lakh ആയിക്കോട്ടെ. നിങ്ങൾക്ക് പണ്ടൊരു പോളിസി ഉണ്ടായിരുന്നല്ലോ 1 lakhൻ്റെ. അപ്പം അതിൽ നിന്ന് നിങ്ങൾ പുതിയതിലേക്ക് പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് അറിയാം നിങ്ങൾക്ക് പണ്ട് മുതൽ 1 ലക്ഷത്തിൻ്റെ കവർ ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉള്ള ഒരു അസുഖം നിങ്ങളുടെ പുതിയ പോളിസി എടുത്തിട്ട് വന്നാൽ നിങ്ങളുടെ പണ്ടത്തെ കവറിനുള്ള പൈസ ഇവർ കവർ ചെയ്തോളും. 1 lakh വരെയുള്ള അസുഖത്തിനുള്ള കവർ അവർ കവർ ചെയ്തോളും. അപ്പം നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം നിങ്ങൾ ഈ പോളിസി നിർത്തി പുതിയ പോളിസി എടുക്കുകയാണ്, ഇത് പോർട്ട് ചെയ്യാതെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തേക്ക് ഒട്ടും കവേർഡ് ആയിരിക്കില്ല ആ സ്റ്റാൻഡേർഡ് വെയിറ്റിംഗ് പീരീഡ് വരെ. അപ്പോൾ പോർട്ട് ചെയ്യാണ് എപ്പോഴും നല്ലത്. നിങ്ങൾക്ക് ആ വെയിറ്റിംഗ് പീരീഡിലുള്ള ഡിസീസസിന് പണ്ടത്തെ പോളിസിന് സെയിം കവർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പോളിസി ഉണ്ടെങ്കിൽ പോർട്ടിംഗ് സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ബൈ ന്യൂ പോളിസി എടുക്കാം. ഇവിടെ നമുക്ക് എന്താണ് ബൈ ന്യൂ പ്ലാൻ എടുക്കാം. മെറ്റേണിറ്റി കവറിംഗ് പീരീഡ് ഞാൻ നോക്കുന്നില്ല, എക്സിസ്റ്റിംഗ് വെയിറ്റിംഗ് ഡിസീസ്. അപ്പോൾ ചില കമ്പനീസൊക്കെ എക്സിസ്റ്റിംഗ് ഡിസീസസിന് നിങ്ങൾക്ക് ഓൾറെഡി എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. അതിന് നിങ്ങൾക്ക് കുറച്ചും കൂടി ടൈം കുറവുള്ളൂ. എനിക്ക് 2 വർഷം കഴിഞ്ഞിട്ടല്ല കവേർഡ് ആവണം, ഇപ്പോൾ തന്നെ കവർ ആവണം, അല്ലെങ്കിൽ 1 വർഷം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഒബ്വിയസ്ലി എന്താണ് നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രീമിയം കൂടും, പക്ഷെ നിങ്ങൾക്ക് ആ ഡിസീസ് കവേർഡ് ആയി കിട്ടും. എനിക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോ പ്രിഫറൻസ് കൊടുക്കുകയാണ്. ആൻഡ് പോളിസി പീരീഡ് എനിക്ക് വേണമെങ്കിൽ 1 year എടുക്കാം, 2 years എടുക്കാം, 3 years എടുക്കാം. അപ്പം ഓരോ വർഷം കൂടുന്നതിനനുസരിച്ച് എനിക്ക് എന്താണ് കുറച്ചുകൂടി ഡിസ്കൗണ്ട് അവർ തരുന്നതാണ്. അപ്പം ഇവിടെ 3 years കൊടുക്കുന്നുണ്ട്, എനിക്ക് 3 years ഇപ്പോഴേ പേ ചെയ്തിട്ടാൽ 3 വർഷത്തേക്ക് ആലോചിക്കേണ്ട അങ്ങനെയുണ്ട്. ഇനി ഇൻഷുറർ. അപ്പോൾ ഇൻഷുറർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി. ഇവിടെ ഇന്ത്യയിലെ ടോപ്പ് 51 കമ്പനീസ് ഉണ്ട്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രിഫറൻസ് ഒന്നുമില്ല. ഗവൺമെൻറ്റും പബ്ലിക്കും പ്രൈവറ്റായ കുറേ കമ്പനീസ് ഉണ്ട്. അതെനിക്ക് പ്രത്യേകിച്ച് പ്രിഫറൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ അപ്ലൈ ഫിൽറ്റേഴ്സ് കൊടുക്കുന്നത്. ഇനി എൻ്റെ കണ്ടീഷൻസും ഞാൻ കൊടുത്ത പൈസയും റൂം റെൻറ്റ് ക്യാപ്പിംഗ് ഒക്കെ വെച്ചിട്ട് എനിക്ക് കുറച്ച് പോളിസീസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റോയലിൻ്റെ കാണാൻ പറ്റും, നെക്സ്റ്റ് ജെൻ, റിലയൻസിനെ കാണാൻ പറ്റും, ആദിത്യനെ കാണാൻ പറ്റും, സ്റ്റാറിനെ കാണാൻ പറ്റും, കുറേ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ഏതൊരു റെക്കമെൻഡേഷൻ എനിക്ക് നിങ്ങൾക്ക് ഒബ്വിയസ്ലി തരാൻ പറ്റില്ല. നിങ്ങൾ ഓരോ ആൾക്കാരുടെ റിക്വയർമെൻറ്റും ഫാമിലി സിറ്റുവേഷനും നിങ്ങളുടെ സിറ്റുവേഷനും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇതിൽ ഒരു പ്ലാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചാൽ എന്നിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കണമായി. ഫോർ എക്സാമ്പിൾ ഒപ്റ്റിമ സെലക്ട്, അതാണ് HDFC എർഗോൻ്റെ, നമ്മുടെ HDFC ബാങ്കിൻ്റെ തന്നെയാണ്. അപ്പോൾ ഈ പ്ലാൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഓരോ പ്ലാനായിട്ട്. ഇതിൽ കാണാൻ പറ്റും നമുക്ക് എന്താണ് 3 വർഷത്തേക്കുള്ള പ്രീമിയം 26,000 ആണ്. അപ്പോൾ ഞാൻ സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്താൽ നമുക്ക് ഡിവൈഡഡ് ബൈ 3 വർഷത്തേക്കാണ്. അപ്പോൾ 12 × 36 മാസം ഉണ്ട്, 36. അങ്ങനെ ഒരു മാസം 700 രൂപയാണ് വരുന്നത്. ആൻഡ് എൻ്റെ കവറേജ് എത്ര 10 lakh. അപ്പോൾ ഈ പ്ലാൻ എടുക്കുമ്പോൾ എനിക്ക് കാണാൻ 3 വർഷത്തേക്ക് ഞാൻ 26,000 ആണ് വരുന്നത്. ഞാൻ കുറേ പ്ലാൻസും കുറേ കണ്ടീഷൻസ് കൊടുത്തുകൊണ്ടാണ് എൻ്റെ കൂടുന്നത്. കണ്ടീഷൻ കുറയുന്നതനുസരിച്ച് പ്രീമിയം ഡെഫിനറ്റ്ലി കുറയുന്നതാണ്. പിന്നെ എനിക്ക് എന്താണ് പൈസ കൂട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി കൂട്ടാം. ഇനി ഓരോ പോളിസിക്കും ഓരോ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ പോളിസി പീരീഡ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് 3 years ആണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡിസ്കൗണ്ട് കിട്ടും ഒബ്വിയസ്ലി. ഇനി അതുപോലെ നമുക്ക് റൈഡേഴ്സ് ഉണ്ട്. റൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ആഡ് ഓൺസ് ആണ്.
എനിക്ക് ഈ പോളിസി കൂടാതെ വേറെ എന്തൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും? ഫോർ എക്സാമ്പിൾ, എല്ലാ ദിവസവും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന ഡെയിലി എനിക്ക് 1000 രൂപയിൽ 2000 രൂപ കിട്ടണം. ഓക്കെ, നിങ്ങൾക്കിപ്പം ചായ കുടിക്കാനായിക്കോട്ടെ, എന്തെങ്കിലും കുഞ്ഞു എക്സ്പെൻസ് ആയിക്കോട്ടെ, എനിക്ക് 1000 രൂപയിൽ 2000 രൂപ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം കൂടും. ഓക്കെ, പ്രീമിയം കൂടും 1500 രൂപ ടോട്ടൽ, 3 വർഷത്തേക്ക് ടോട്ടൽ കൂടും. പക്ഷേ ഹോസ്പിറ്റലിൽ പോയിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് 1000 രൂപ 2000 രൂപ കിട്ടും, പോക്കറ്റ് മണി പോലെ അല്ലെ ആവശ്യത്തിന്. അതുപോലെ വേറെ ഉണ്ട്, പിന്നെ വേറെ ഉണ്ട്. പക്ഷേ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. റൈഡേഴ്സ് നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് നോക്കാം. നിങ്ങൾക്ക് റൈഡേഴ്സ് ഒക്കെ എടുക്കാം, റൂം റെന്റ് മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ ലിമിറ്റ്ലെസ്സോ. ഗെറ്റ് 1 ക്ലെയിം ഓഫ് ഇൻഫിനിറ്റ് വാല്യൂ ഡ്യൂറിങ്. അപ്പോൾ ഇൻഫിനിറ്റ് വാല്യൂ ഉള്ള ഒരു ക്ലെയിം ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് പറ്റും. അതിനൊക്കെ പക്ഷേ പൈസ കൂടും ഓബിയസ്ലി. പക്ഷേ എനിക്കത് ആവശ്യമില്ല. എനിക്ക് മെഡിക്കലി ഇപ്പം അത്ര പ്രശ്നമില്ലെങ്കിൽ അത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെയുള്ളതാണ് അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ. അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ എന്ന് പറയുമ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് സംഭവമാണ്. നിങ്ങൾ എടുക്കാതിരിക്കുകയാണ് എൻ്റെ റെക്കമെൻഡേഷൻ. പക്ഷേ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ റെക്കമെൻഡഡ് ആഡ് ഓൺസ് ഉണ്ട്, ടോപ്പപ്പ് ഉണ്ട്, സൂപ്പർ ടോപ്പപ്പ് ഉണ്ട്. അതൊക്കെ നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോയിൽ ചെയ്യാം. ബേസിക്കലി ഒരു നമ്മൾ ടോപ്പപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും പോളിസി ഉണ്ട്, അതിന് മേലേക്ക് വന്നാൽ എനിക്ക് ഇത്രയും പൈസയ്ക്ക് കൂടെ 50 ലക്ഷം 10 ലക്ഷത്തിന് കൂടി കവറായി കിട്ടുന്ന സംഭവമാണ്. കുറച്ചും കൂടി പൈസ കുറവാണ്. ബേസിക്കലി നിങ്ങൾ മൊത്തം പോളിസി എടുക്കുന്നു, അതേ മേലെ ഒരു കുറച്ച് പൈസയ്ക്ക് ടോപ്പപ്പ് എടുക്കുന്നു. സോ ദാറ്റ് നിങ്ങളുടെ പോളിസി കവറായി കഴിഞ്ഞാൽ വേറെ വലിയ പൈസ കിട്ടും. ടോപ്പപ്പ് ഉണ്ട്, സൂപ്പർ ടോപ്പപ്പ് ഉണ്ട്, പിന്നെ ക്രിട്ടിക്കൽ ഇൽനെസ് കവറൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്തത് ഒരു ഇൻഡിവിജ്വൽ പോളിസിക്കാണ്. ആൻഡ് 3 വർഷത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ഒരു കമ്പനി ഞാൻ സെലക്ട് ചെയ്തെന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി അനുസരിച്ചോ അല്ലെങ്കിൽ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സെലക്ട് ചെയ്യാം. ഇനി എപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടോക്ക് ടു അസ് എന്നുള്ള ഫീച്ചറിനൊക്കെ. ഓക്കെ, അപ്പം അവർ നിങ്ങളെ വേദന വിളിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു മലയാളി സപ്പോർട്ട് ഏജന്റ് നിങ്ങളെ കോൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. അവരോട് ചോദിക്കാം ഏതാണ് വേണ്ടത്, എന്താണ് വേണ്ടത്, എല്ലാം കൃത്യം വേർഡിങ്സ് മനസ്സിലാക്കാം. ഇനി ഈ പോളിസിൻ്റെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ വ്യൂ ഓൾ ഫീച്ചേഴ്സ് നോക്കാം. വ്യൂ ഓൾ ഫീച്ചേഴ്സ് ഇതിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസ്. ചില സ്ഥലത്ത് ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസ് ഉണ്ട്, നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ഉണ്ട്, അങ്ങനെ ഉണ്ട്. ഇനി ചില ഹോസ്പിറ്റൽസ് നിങ്ങളുടെ അടുത്തുള്ള ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉണ്ടാവും. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഹോസ്പിറ്റലിന് പൈസ കൊടുത്തിട്ട് അത് നിങ്ങൾക്ക് റീഇംബേഴ്സ് ആവുന്നതല്ല. ഫോർ എക്സാമ്പിൾ 5 ലക്ഷം ബില്ല് വന്നു, നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിന് എടുത്തെടുത്തു, അത് കഴിഞ്ഞിട്ട് ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്ക് തരുന്നതിനാണ് റീഇംബേഴ്സ്മെന്റ് എന്ന് പറയാം. അതിന് വരെ ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ ബില്ല് നേരെ ക്യാഷ് ഒന്നും ഇൻവോൾവ് അല്ലാണ്ട് നിങ്ങളൊന്നും പൈസ കൊടുക്കേണ്ട, നേരെ എന്താണ് നിങ്ങളുടെ ഹോസ്പിറ്റലിന് കൊടുക്കുന്നതാണ് ക്യാഷ്ലെസ് ഫെസിലിറ്റി. അത് നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ കോഴിക്കോടുള്ള ഹോസ്പിറ്റൽസിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾ പോകാൻ ചാൻസ് ഉള്ള ഒരു 3-4 ഹോസ്പിറ്റലെങ്കിലും കവേർഡ് ആണെന്ന് നോക്കണം. ഇത് പോരാതെ നിങ്ങൾക്ക് വേറെ ഫീച്ചേഴ്സ് ഇവിടെ കാണാൻ പറ്റുക. ഇവിടെ ഗ്യാരണ്ടി 2x കവേഴ്സ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കുറേ ഫീച്ചേഴ്സ് കാണാൻ പറ്റും. റൂം റെന്റിൻ്റെ രജിസ്ട്രേഷൻ കവറും 10 lakhs അൺലിമിറ്റഡ് ഇൻ എ ഇയർ ഫോർ റിലേറ്റഡ് ആൻഡ് അൺറിലേറ്റഡ് ഡിസീസസ് കാണാൻ പറ്റും. റിന്യൂവൽ ബോണസ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ല, നോ ക്ലെയിം ബോണസും റിന്യൂവൽ ബോണസും അങ്ങനെ ഉണ്ട്. ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസ് കുറേ നെറ്റ്വർക്ക് ഉണ്ട്. കോപ്പേ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കോപ്പേ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്നോട് പറയും ഇൻഷുറൻസ് കമ്പനി നിങ്ങളൊരു 10% അടിക്കുക, ബാക്കി 90% ഞാൻ അടിക്കുക. അങ്ങനത്തെ ഫീച്ചറൊക്കെ ഉണ്ട്. ഇവിടെ പറഞ്ഞാൽ 100% നമ്മുടെ ഇൻഷുറൻസ് കമ്പനി അടച്ചോളാം, നിങ്ങളൊന്നും അടയ്ക്കേണ്ടെന്ന് പറയും. പ്രീ ഹോസ്പിറ്റലൈസേഷൻ 60 ദിവസം ഉണ്ട്. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 6 മാസം ഉണ്ട്, 180 days ഉണ്ട്. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഹോസ്പിറ്റലൈസേഷൻ അറ്റ് ഹോം ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ പോകുന്ന സംഭവമല്ല, അതല്ലാതെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്സിനും ഹോസ്പിറ്റലൈസേഷൻ അറ്റ് ഹോം ഉണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഇവിടെ നോക്കാൻ പറ്റുക. സിനാരിയോസ് വേർ ഹോസ്പിറ്റൽ ബെഡ് ഇസ് നോട്ട് അവൈലബിൾ. നിങ്ങൾക്ക് വീട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതും കവേർഡാണ്. ആംബുലൻസ് ചാർജസ് ഇവിടെ കവേർഡാണ്. ഇനി അതുപോലാതെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ഇല്ലാന്ന്. അതാണ് ഈ വെബ്സൈറ്റിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് എല്ലാം ഫീച്ചേഴ്സും കിട്ടും, എന്തൊക്കെ കിട്ടൂല എന്ന് മനസ്സിലാക്കണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ പോളിസി എടുക്കുമ്പോൾ. പിന്നെ ഡിസ്കൗണ്ട് ഓൺ റിന്യൂവൽ ഇല്ല, ഡെയിലി ക്യാഷ് അലവൻസ് ഉണ്ട്. പിന്നെ എക്സിസ്റ്റിംഗ് വെയിറ്റിംഗ് പീരീഡ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. എക്സിസ്റ്റിംഗ് ഇൽനെസ് കവേഴ്സ് ഇവിടെ 3 years ആണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഒരു അസുഖം, ഡയബറ്റീസോ തൈറോയിഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 years വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇനീഷ്യൽ 30 day വെയിറ്റിംഗ് പീരീഡ് എല്ലാം പോളിസിക്കുണ്ട്, അൺലെസ് ആക്സിഡൻ്റ് ആണെങ്കിൽ കേട്ടോ. അൺലെസ് ആക്സിഡൻ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അസുഖവും 30 day പോളിസി വരുന്നുണ്ട്. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് കവർ കിട്ടുള്ളൂ. പിന്നെ സ്പെസിഫിക് ഇൽനെസ് ചില അസുഖങ്ങൾ 2 വർഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിസ്റ്റൊക്കെ കാണാൻ പറ്റും. എപ്പോഴും നിങ്ങളൊരു പോളിസി എടുക്കുമ്പോൾ അതിൻ്റെ പോളിസി വേർഡിങ്സ് ചോദിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒബ്വിയസ്ലി വലിയ ഡോക്യുമെൻ്റ് ആണ്, പക്ഷേ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, ഹെറിഡിറ്ററി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ ഫാമിലി വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എടുക്കണം. ഇനി അതുപോലെ നിങ്ങൾ അഡീഷണൽ ഫീച്ചർ ആയുഷ് ഉണ്ട്. ആയുഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ആയുർവേദ, യോഗ, ന്യൂറോപ്പത്തി, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പത്തി ഇതൊക്കെ കവേർഡ് ആണ്. ഒബ്വിയസ്ലി ഇതുപോലെ നമ്മുടെ ഇംഗ്ലീഷ് മെഡിസിൻസും കവേർഡ് ആണ്, ആയുഷും കൂടി കവേർഡ് ആണ്. അപ് ടു 10 lakh. വേൾഡ് വൈഡ് കവറേജ് ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി പ്രീമിയം കൂടും, വേറെ പ്ലാൻസ് നിങ്ങൾ നോക്കേണ്ടി വരും. ഡൊമസ്റ്റിക് ഇവാക്യുവേഷൻ ഉണ്ട്, അപ് ടു 5 lakh. പിന്നെ എല്ലാ ഫീച്ചേഴ്സ് ഇവിടെ കവേർഡ് ആണ്. മെറ്റേണിറ്റി കവേർഡ് അല്ലാന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ആണ് ഈ പോളിസി വേർഡിങ്സ്. ഇതെല്ലാവരും ഡൗൺലോഡ് ചെയ്യണം. ഇതിലാണ് നിങ്ങളെല്ലാം കാര്യങ്ങളും ഉണ്ടാവുക, എല്ലാം കൃത്യമായിട്ട് കൊടുക്കുക. ഇതിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ പോളിസി വേർഡിങ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ആൻഡ് ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അപ് ടു 25% ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം
മനസ്സിലാക്കി കമ്പയർ ചെയ്ത് നോക്കി വാങ്ങിക്കാൻ പറ്റും. ആൻഡ് ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി താഴത്തെ ലിങ്ക് ചെക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് വേദന നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ നല്ല ഇൻഷുറൻസ് ആണോ, നിങ്ങൾക്ക് ആവശ്യമുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ടോ, ഫീച്ചേഴ്സ് ഉണ്ടോ നോക്കുക. ആൻഡ് ഇല്ലെങ്കിൽ നിങ്ങൾ പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ എടുക്കാനുള്ള പ്ലാൻ നോക്കുക. ആൻഡ് അതിനുവേണ്ടി താഴത്തെ ലിങ്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങളെ ഫുൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ടീം ഇവിടെ റെഡിയാണ്. സോ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എങ്ങനെ എടുക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ചെറിയ ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക ആൻഡ് ഈ വീഡിയോ ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.